നമസ്കാരം. അല്ലു അർജുൻ്റെ പുഷ്പ 2 1000 കോടി കഴിഞ്ഞ് 2000 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമ അനലിസ്റ്റുകൾ. സ്ക്രീനിൽ അല്ലു ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ, പ്രേക്ഷക ലക്ഷങ്ങൾ സിനിമ കാണാൻ തിയേറ്ററുകളിൽ ഇടിച്ചു കയറുമ്പോൾ ലൈഫിൽ നിയമക്കുരുക്കിലാണ് അല്ലു. തെലങ്കാന പോലീസിൻ്റെ ചോദ്യമുറയിലായിരുന്നു ഇന്ന് 3 മണിക്കൂർ. നവംബർ 4 രാത്രി നടന്ന തിക്കിലും തിരക്കിലും മരിച്ച രേവതിയെ ബൗൺസർമാർ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവിട്ട അല്ലുവിനെ പ്രതിരോധത്തിലാക്കി പോലീസ്. വടികൾ ഉപയോഗിച്ച് ആളുകളെ സ്വകാര്യ സെക്യൂരിറ്റി സംഘം തല്ലുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. അല്ലുവിൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി മാനേജരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അല്ലുവിനെതിരെ ഇന്ന് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അല്ലു അർജുനെ കുരുക്കാനായി എല്ലാ തരത്തിലും അവിടെ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ കളിയുടെ ഇരയാണോ അല്ലു അർജുൻ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നു. അതോ ഒരു സിനിമാ താരത്തിന് എല്ലാ സ്ഥലത്തിലും പരിരക്ഷ ലഭിക്കും എന്നതിന് നേർവിപരീതമായുള്ള പ്രവൃത്തിയാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിയമവഴികൾ അല്ലുവിനൽപ്പം കഠിനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.